കോൺഗ്രസിനെ കണ്ടുപഠിക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. മുകേഷ് എന്ന MLA CPMന്റെ MLA കസേരയിൽ നിയമസഭയിൽ തന്നെ ഇരിക്കുന്നു. P. ശശി പിണറായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കസേരയിലും ഇരിക്കുന്നുണ്ട്. KTDC ചെയർമാന്റെ കസേരയിൽ PK ശശി ഇരിക്കുകയാണ്. സ്വപ്ന സുരേഷ് അടക്കം പലരെയും കൂട്ടിന് വിളിച്ച കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടം MLA ആയി നിയമസഭയിൽ ഇരിക്കുകയാണ്. തോമസ് ഐസക്കും ശ്രീരാമകൃഷ്ണനും പാർട്ടി നേതാക്കളായി വിവിധ കമ്മിറ്റികളിലും ഇരുന്ന് വിലസുന്നു. മാങ്കൂട്ടത്തിൽ MLA കോഴി എന്ന് വിളിച്ചവർക്ക് ഒരു കോഴി ഫാം തന്നെയാണ് ഉള്ളത്. ഒരാൾക്കും ഒരു കുഴപ്പവുമില്ലാത്ത തരത്തിൽ CPM അവരെ സംരക്ഷിച്ചു വരികയാണ്. കോഴിത്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആ കോഴി ഫാമിന് തന്നെ തീ പിടിച്ചിരിക്കുന്നത്. കോൺഗ്രസ് കാട്ടിയ ഈ തൻ്റെയിടം, ഈ രാഷ്ട്രീയ ധാർമ്മികത കാണിക്കാൻ CPM ഇനിയും ജന്മങ്ങൾ ജനിക്കണം എന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ഉചിതമായ തൻ്റെയിടമുള്ള തീരുമാനത്തിലൂടെ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത്. പൊതുജനങ്ങളുടെ മുന്നിൽ പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിക്കഴിഞ്ഞു. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും MLA സ്ഥാനം ഒഴിയണമോ എന്നുള്ളത് അത് മാങ്കൂട്ടം മാത്രമാണ് ഇനി തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് നടത്തിയ നീക്കവും തീരുമാനവും ഈ ലോകത്തിലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാവുന്നതാണ്. കാലം ഇത്രയും CPM നേതൃത്വത്തിന് കിട്ടിയിട്ടുള്ള അവരുടെ നേതാക്കളുടെ കാമകേളിയുടെ പരാതി നാലായി ചുരുട്ടി കീശയിലിട്ടപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ ആ കിട്ടിയ പരാതി 1-2 മണിക്കൂറിനകം പോലീസ് മേധാവിക്ക് കൈമാറി മാതൃക കാട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കോഴികളെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് CPM നാണം കെട്ടിരിക്കുന്നത്. ഇതിൽ ന്യായീകരണ ക്യാപ്സൂളുകളുമായി വരുമെങ്കിലും മാനവും മര്യാദയുമുള്ളവർ അതിന് നിൽക്കില്ല. ജനങ്ങൾ അവരെ താമസിയാതെ തന്നെ അടിച്ചോടിക്കുന്ന കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ആരും എടുക്കാത്ത ധീരമായൊരു നടപടിയാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത ഏറ്റവും വേഗത്തിലുള്ള തീരുമാനം. KPCC അധ്യക്ഷന് പരാതി ലഭിച്ച ഉടൻ അത് നിയമവഴിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ പാലക്കാട്ടെ കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതി പരാതി നൽകിയത് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിലാണ്. ആ പരാതി തൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞതും അതേ പ്രസിഡന്റ് തന്നെയാണ്. അതും ചുരുട്ടി കീശയിൽ ഇട്ടതല്ലാതെ നടപടിയെടുത്തിട്ടില്ല. എന്നാൽ ഇങ്ങനെ പല പാർട്ടികളും നടപടി പോലും എടുക്കാതെ സംരക്ഷിക്കുമ്പോഴാണ് കോൺഗ്രസ് ചരിത്രപരമായ തീരുമാനമെടുത്തത്. നെറികെട്ട ഭരണം കൊണ്ട് പുഴുത്തുനാറുന്ന വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാതെ വെറും ഒരു ബലാത്സംഗവുമായി നടക്കുന്ന കേരളത്തിലെ CPMഉം ചില ചാനലുകളും പ്രബുദ്ധ കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്ന സമയത്താണ് അവരുടെ എല്ലാം വാക്കുകൾ തന്നെ അവസാനിപ്പിച്ച ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. CPMുകാർ കോഴിയെന്ന് വിളിച്ചിരുന്ന ഒരു മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് CPMന്റെ കോഴി ഫാമിനാണ് തീവച്ചിരിക്കുന്നത്. ഇനി ആ പറയുന്ന CPM കോഴികൾ ആയിരിക്കും കേരളത്തിൻ്റെ ചർച്ച. അവരെ പുറത്താക്കാൻ കഴിയാത്ത CPMന്റെ അവസ്ഥയായിരിക്കും ഇനിയുള്ള നാളുകളിൽ കഷ്ടമായി തോന്നാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPMഉം ഈ ശബരിമലയൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ളത് കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് സൂചിപ്പിക്കുന്നത്.